ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ മീനു ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏടത്തി വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് വേറൊരു ദിവസം എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാനായിട്ട് ടൂറൊക്കെ പോകാം എന്ന് പറയാം. അത് കേൾക്കുമ്പം ഗോമതി പറയും, അത് നേരാ, നമുക്കെല്ലാവർക്കും മറ്റൊരു ദിവസം ഉറപ്പായിട്ടും പുറത്തു പോകാം. അന്നിവിടെ ആഹാരം പോലും ഉണ്ടാക്കേണ്ട, പുറത്തു പോയി ആഹാരം കഴിക്കുകയും സിനിമ കാണുകയും ഒക്കെ ചെയ്യാം എന്ന് പറയണേ. അപ്പൊ ഗോമതി വീണ്ടും ദേവിയോട് ചോദിക്കും, അല്ല മോളെ, ഉദയഭാനു സാറിനെ എവിടെയാ കിടത്തുക? ബാലേട്ടന്റെ റൂമിൽ കിടക്കുവോ എന്ന് ചോദിക്കാം. അത് വേണ്ടമ്മേ, അച്ഛൻ ബാലച്ചൻ്റെ റൂമിൽ കിടക്കാം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് വേണ്ട. ബാലച്ചൻ്റെ റൂമിൽ മറ്റാരും കിടക്കുന്നത് ബാലച്ചന് ഇഷ്ടമല്ലല്ലോ, തൽക്കാലം എൻ്റെ റൂമിൽ കിടന്നോട്ടെ എന്ന് പറയാം. അപ്പം മിത്ര പറയും, ഏയ് അതിൻ്റെ ആവശ്യമില്ല ദേവിയടുത്തി, ഒരു കാര്യം ചെയ്യാം, ഞാൻ മീൻ ചേച്ചിയുടെ കൂടെ മീൻ ചേച്ചിയുടെ റൂമിൽ കിടക്കാം, അപ്പം അങ്കിള് എൻ്റെ റൂമിൽ കിടന്നോട്ടെ എന്ന് പറയാം. ഗോമതി പറയും, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ഞാനും അനുവും കൂടി ദേവിയുടെ കൂടെയും കിടക്കാം, അപ്പം പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കാം. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ പടകളെല്ലാവരും കൂടി കുപ്പിയൊക്കെ സെറ്റാക്കി വെള്ളമടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റൂമിൽ. അപ്പോഴാണ് ബാലൻ്റെ റൂമിൽ നിന്നും ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്നത്. എടാ, ഞാനില്ലാതെ നിങ്ങളിവിടെ ആഘോഷം തുടങ്ങിയോ എന്ന് ചോദിക്കുക. ഞങ്ങളുടെ മാമനില്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം എന്ന് ആര്യനവ പറയാം. അല്ല, ഈ കുപ്പി എങ്ങനെ സംഘടിപ്പിച്ചു? അത് റൂം ബോയെ വിട്ട് ഞങ്ങളിപ്പം മേടിപ്പിച്ചതാ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് ആര്യൻ ധർമ്മനോട് ചോദിക്കുക. എടാ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക എന്ന് അപ്പം ധർമ്മം പറയാം. മാറ്റി വെക്കാനോ? അതെന്തിനാ? മാമൻ എന്താ കുടി നിർത്തിയോ എന്ന് ചോദിക്കുക. കുടി നിർത്തിയ മാമനെ ഞങ്ങൾ നിർബന്ധിക്കൊന്നുമില്ല എന്ന് ആനന്ദും പറയേ. കുടി നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷെ കുടിക്കണമെങ്കിൽ നല്ല സ്വയംഭൻ സാധനം കുടിക്കണം. സ്വയംഭനാ? മാമൻ എന്താ ഈ പറയുന്നേ എന്ന് ആകാശ് ചോദിക്കുക. നിങ്ങയൊക്കെ കശുമാങ്ങയിട്ട് വാറ്റടിച്ചിട്ടുണ്ടോ? അപ്പം ആകാശ് പറയും, എൻ്റെ പൊന്നു മാമ, വെറുതെ മനുഷ്യനെ ഇങ്ങനെ മോഹിപ്പിക്കല്ലേ എന്ന് പറയാണ് കേട്ടോ. ഷോ വേടാ, ഇത് മോഹിപ്പിക്കുകയല്ല. എടാ, നീയൊക്കെ ഒന്ന് കണ്ണടയ്ക്കാനല്ലടാ പറഞ്ഞത്, കണ്ണടയ്ക്കട മക്കളെ, ഈ മാമനല്ലേ പറയുന്നേ എന്ന് നമ്മുടെ ധർമ്മൻ പറയാണ് കേട്ടോ. അപ്പം 3 പേരും കണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. എന്താ മാമൻ്റെ കയ്യിൽ എന്തോ ഒരു കോൾ ഒത്തിട്ടുണ്ടല്ലോ. അപ്പം ബാലൻ്റെ കുപ്പിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് വന്ന നല്ല വാറ്റ് ചാരായം അങ്ങോട്ട് വെക്കൂട്ടോ. ഇനി കണ്ണ് തുറന്നോ, എന്നിട്ട് ഇതെന്താണെന്ന് നോക്ക്. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിലാണ് അവിടെ ഇരിക്കുന്നത്. ആകാശും ആനന്ദും ആര്യനും കാണുന്നത്. ഇതെന്താ, ഈ വെള്ളക്കുപ്പി കാണിക്കാനാണോ ഇത്ര ബിൽഡപ്പ് ഇട്ട മാമൻ എന്ന് ആര്യൻ ചോദിക്കുക. എന്നിട്ട് ആകാശ് ചിരിക്കും. ഇതാണ് കശുമാങ്ങി ഇട്ട് വാറ്റിയ നല്ല ഒന്നാന്തരം വാറ്റ് എന്ന് ധർമ്മം പറയും. വാറ്റോ? കശുമാങ്ങ വാറ്റോ? ഇതോ? ഈ കുപ്പിക്കത്തോ? ദേ മാമ, വെറുതെ തള്ളല്ലേ എന്ന് ആനന്ദ് പറയും. തുറന്ന് മണം പിടിച്ച് നോക്കടാ എന്ന് അപ്പം ധർമ്മൻ പറയൂട്ടോ. അത് കേൾക്കുമ്പം ആനന്ദ് അത് തുറന്നു നോക്കും, എന്നിട്ട് മണത്ത് നോക്കും. എടാ സത്യവാടാ, ശരിക്കും ഇതെവിടുന്ന് ഒപ്പിച്ചു മാമ? ശരിയാട്ടോ, എന്താ മണം എന്ന് പറഞ്ഞ് ആകാശം നോക്കുവാണേ. അപ്പോൾ ആകാശ് ചോദിക്കും, മാമ ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? മാമനൊരു വില്ലാള് തന്നെ എന്ന് പറയൂട്ടോ. ആര്യനും ചോദിക്കും, എന്നാലും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതെങ്ങനെ സംഘടിപ്പിച്ചു? സംഘടിപ്പിച്ചത് ഞാനല്ല, വേറൊരാളാ. വേറെ ആരോ? മാമന് ഇവിടെ വേറെ ആരെയാ പരിചയം? അപ്പം നമ്മുടെ ധർമ്മം പറയും, എടാ, അളിയൻ ആരുടെയും കൈ കൊടുക്കാത്തൊരു ബാഗ് പൊന്നു പോലെ കൊണ്ട് നടന്നില്ലേ എന്ന് ആകാശിനോട് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഉണ്ട് ആ ബാഗിൽ, എന്തോ ഉണ്ടെന്ന്. അതിലെന്തായിരുന്നു? ആ ബാഗ് എപ്പോഴാണ് അളിയൻ്റെ കയ്യിൽ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് പിന്നെ ആ മുനിയാണ്ടിയെ കാണാൻ പോയപ്പം. മുനിയാണ്ടി ഒന്ന് പോടാ, അളിയൻ വാറ്റ് മേടിക്കാൻ പോയതാടാ. ആണാ? ആകാശം ഞെട്ടി നിൽക്കും. അച്ഛൻ വാറ്റടിക്കാനോ? അതെ, പിന്നല്ലാതെ ഇവിടെ വന്ന് ഉഗ്രം വാറ്റ് കിട്ടുന്ന സ്ഥലമൊക്കെ അളിയനറിയാം. നമ്മളറിയാതെ അടിക്കാനാ അളിയൻ്റെ പ്ലാന്. പക്ഷേ ആധാർ കാർഡിൻ്റെ രൂപത്തിൽ ഭാഗ്യം നമ്മളെ തുണച്ചു. അതാണ് ഈ നിൽക്കുന്ന വാറ്റ്. ഇനി നമ്മൾ രാജകീയമായി തന്നെ തുടങ്ങും. എന്നാൽ ഏട്ടാ, നമ്മൾ മേടിച്ച കുപ്പി അങ്ങ് വെച്ചോ എന്ന് പറയാം. എന്നാൽ രാജകീയമായി തന്നെ തുറന്നോ എന്ന് പറയാം. അങ്ങനെ 4 ക്ലാസ്സുകളിലായിട്ട് ഒഴിച്ച് അവർ ആഘോഷിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലൻ്റെ കുപ്പി എടുത്ത് ഓമനിച്ച് പിടിച്ചേക്കുവാണ്. എൻ്റെ പൊന്നു കുപ്പി, നിന്നെ ഇവിടെ വരെ എത്തിക്കാൻ ഞാൻ പെട്ട പാട്. ധർമ്മനും പിള്ളേരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ വരെയും നിന്നെ എത്തിച്ച ഞാനൊരു മിടുക്കം തന്നെയാ എന്നൊക്കെ പറയാം. ഒരെണ്ണം അടിച്ചാലോ? എന്തായാലും ഇത്രയും നേരം കാത്തിരുന്നതല്ലേ, ഒരെണ്ണം ഇപ്പം തന്നെ അടിച്ചേക്കാം എന്നും പറഞ്ഞ് ബാലൻ തൻ്റെ റൂമിലിരുന്ന് ബാലനും ഒരു ഗ്ലാസ് കുടിക്കാനുള്ള തടുപ്പിലൊക്കെയാണേ.
ഒരു ഗ്ലാസ് നമ്മുടെ പാലം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും പറയും നല്ല ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ടല്ലോ. തന്നെ ആ ആള് പറഞ്ഞത് അധികം കുടിക്കുന്നത് ശരിയാകില്ല, തലയ്ക്ക് പിടിക്കും, അത് അങ്ങ് നമ്മുടെ കൺട്രോളൊക്കെ പോകുന്നതാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് നല്ല ഉന്മേഷം തോന്നുന്നുണ്ട്. എന്തായാലും ഒരു ഗ്ലാസ് കൂടി കുടിക്കാം. ഇവിടെ തനിച്ചിരുന്ന് ഈ റൂമിൽ ഇങ്ങനെ കുടിക്കുന്നത് എന്താ ഒരു ഫീല് എന്നൊക്കെ ബാലൻ പറയണം കേട്ടോ. ഇതേ സമയം നമ്മുടെ ആൺപടകൾ എല്ലാവരും കുടിച്ച് ലെക്കിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബോധമൊക്കെ പയ്യെ പയ്യെ പോയി തുടങ്ങി. അപ്പോൾ ധർമ്മനാണെങ്കിൽ പറയും, പാവം എൻ്റെ അളിയൻ്റെ മനസ്സ് ഞാൻ കാണാതെ പോയി. നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അളിയൻ ചെയ്തത്. അപ്പം ആനന്ദ് പറയും, അതെ മാമ, എൻ്റെ അച്ഛൻ്റെ ആ വലിയ മനസ്സ് നമുക്ക് ആർക്കും മനസ്സിലാക്കാതെ പോയി. എൻ്റെ അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കോമാളി വേഷം പോലും കെട്ടി. പാവം എൻ്റെ അച്ഛൻ. അത് കണ്ട് ഞാൻ എന്തുമാത്രം ചിരിച്ചു. ദേ ഇപ്പം അച്ഛൻ്റെ വാറ്റും നമ്മൾ അടിച്ചു മാറ്റി കുടിക്കുന്നു. നമ്മൾ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഇപ്പം തന്നെ മാപ്പ് പറയണം, ഒന്ന് കെട്ടിപ്പിടിക്കണം. എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛന് എനിക്കൊരു ഉമ്മ കൊടുക്കണം എന്ന് പറയണം കേട്ടോ. അപ്പം നമ്മുടെ ധർമ്മം പറയും, നീ വാട മോനെ, ഈ മാമ നിന്നെ അളിയൻ്റെ അടുത്ത് കൊണ്ടുപോകും, നിന്നെ കൊണ്ട് ഒരു ഉമ്മ കൊടുപ്പിക്കുകയും ചെയ്യും. ഞാനും ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് എന്ന് ധർമ്മം പറയാം. അപ്പം ആകാശ് പറയും, ദേ നിങ്ങൾ രണ്ടുപേരും നല്ല ഫിറ്റായിട്ടുണ്ട് എന്ന് പറയണം. നിങ്ങളുടെ കൺട്രോളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ആനന്ദ് പറയട്ടോ, ഇല്ല എൻ്റെ കൺട്രോൾ പോയിട്ടില്ല. എൻ്റെ കൺട്രോൾ പോയാൽ നോക്കാം, നിങ്ങളെല്ലാവരും ഇവിടില്ലേ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. എൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടി ദേ ഈ കന്യാകുമാരിക്ക് ട്രിപ്പ് കൊണ്ടുവന്നു. അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. ആ അച്ഛനെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ നാക്ക് കുഴഞ്ഞാട്ടോ സംസാരിക്കുന്നത്. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടി റൂമിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പോൾ ആകാശം ആരിനോട് പറയും, വേണ്ട, അച്ഛനെ പോയി നമ്മൾ ശല്യം ചെയ്യണ്ട, നമുക്ക് ഇത് ബാക്കി കൂടി കുടിച്ച് തീർക്കാം എന്ന് പറയാം. അയ്യോ, ഈ കുപ്പി കുടിച്ച് തീർന്നു പോയല്ലോ എന്ന് ആരും പറയണം. അപ്പം ധർമ്മൻ എഴുന്നേറ്റ് വന്നിട്ട് ആനന്ദിൻ്റെ കൈ പിടിക്കുക. നീ വാ മോനെ, നിന്നെ ഈ മാമൻ കൊണ്ടുപോകാം. ഈ മാമൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പം ഇവന്മാരെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആനന്ദിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അത് കാണുന്ന ആകാശ് ആരനോട് ചോദിക്കും, ഇവരിത്ര ഓവർ അല്ലേടാ എന്ന് പറയാം. ഓവറാ, നമുക്ക് പുറകെ പോകാം, അല്ലെ അവരെവിടെയെങ്കിലും വീഴും എന്നാ ആരും പറയണം കേട്ടോ. എന്നിട്ട് ബാലൻ്റെ റൂമിൽ പോയി വാതിൽ കൊട്ടോട് കൊട്ട അളിയാ, അച്ഛാ, അളിയാ എന്ന് മാറി മാറി വിളിക്കുകയാണ്. അപ്പോൾ ബാലൻ പോയി വാതിൽ തുറക്കുമ്പോൾ തന്നെ കയറി വരികയാണ്. അളിയനിവിടെ എന്തെടുക്കുമായിരുന്നു അളിയ എന്ന് കൊഴിഞ്ഞുകൊണ്ട് ധർമ്മം ചോദിക്കുക. ഞാനിവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അളിയൻ ഇങ്ങോട്ട് വന്നേ, എൻ്റെ അളിയനെ എനിക്കൊരു ഉമ്മ തരണം എന്ന് പറയാം. എന്തിനാണ് ധർമ്മ നീ എനിക്ക് ഉമ്മ തരുന്നേ? അളിയൻ ഇന്നെനിക്ക് എന്തൊക്കെ മേടിച്ചു തന്നു. കൊഞ്ചു ഫ്രൈ മേടിച്ചു തന്നു, കണവ തോരൻ മേടിച്ചു തന്നു. എന്നിട്ടും എൻ്റെ പൊന്നളിയൻ ആ ഞണ്ട് ഫ്രൈ ഒന്ന് കഴിച്ചു പോലും നോക്കിയില്ലല്ലോ. എനിക്കറിയാം അളിയൻ ഞാൻ കഴിച്ചോട്ടെ എന്ന് കരുതിയ ഞണ്ട് ഫ്രൈ കഴിക്കാതിരുന്നത്. എനിക്ക് വേണ്ടി, എനിക്കത് ഒരുപാട് ഇഷ്ടമാണെന്ന് എൻ്റെ അളിയൻ അറിയാം എന്ന് പറയാം. എടാ, ഞണ്ട് കഴിച്ചാൽ എനിക്ക് അലർജിയാടാ, ദേഹം മുഴുവൻ ചൊറിയും എന്ന് പറയാം. അല്ലല്ല, അതളിയൻ കള്ളം പറയുന്നതാ. എനിക്ക് വേണ്ടിയാ എൻ്റെ അളിയൻ ഞണ്ട് കഴിക്കാതിരുന്നത്. എനിക്ക് വേണ്ടി ഞണ്ട് മാറ്റി വെച്ച് എൻ്റെ അളിയന് ഞാനൊരു ഞണ്ടുമ്മ തരട്ടെ എന്നും പറഞ്ഞ് ബാലനെ ഇറുക്കി പിടിച്ചോണ്ട് ഉമ്മ കൊടുക്കാണ് കേട്ടോ നമ്മുടെ ധർമ്മൻ. അത് കാണുമ്പോൾ ബാലൻ പറയും, മതിടാ, നിർത്തടാ എന്നും പറഞ്ഞ് ധർമ്മനെ അങ്ങ് മാറ്റുമോ. മാമനങ്ങ് മാറിക്കേ, എൻ്റെ അച്ഛന് എനിക്ക് ഒരു ഉമ്മ കൊടുക്കണം. അത് കെട്ടിപ്പിടിച്ചോണ്ട്, അച്ഛൻ ഇന്ന് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. ലോകത്തുള്ള ഒരു അച്ഛന്മാരും മക്കൾക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ ചെയ്തത്. എൻ്റെ സങ്കടങ്ങൾ മാറാൻ വേണ്ടി ഈ ടൂറിന് കൊണ്ടുവന്നു. എന്നോട് ഒരു സമാധാന വാക്ക് പറഞ്ഞ് എന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്തു. നല്ല ആഹാരം മേടിച്ചു തന്നു, പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, എനിക്ക് വേണ്ടി പാട്ടുപാടി. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആര്യനും ആകാശം കൂടി അങ്ങോട്ട് വരുവാണ്. ആകാശ് അപ്പം ഭയങ്കര കരച്ചിൽ കരയുക. നീ എന്തിനാടാ മോനെ ആകാശയെ കരയുന്നേ എന്ന് ചോദിക്കുവാണ്. അപ്പം അത് കേൾക്കുന്നേ ബാലൻ, എന്നെ അച്ഛൻ മോനെ എന്ന് വിളിക്കരുത്. ആ മോനെ എന്നുള്ള വിളി കേൾക്കാൻ അർഹനല്ലച്ചാ ഈ ആകാശ്. ഞാൻ തെറ്റുകാരനാ, എൻ്റെ അച്ഛനെ ചതിച്ച ദുഷ്ടനാ. എന്നോട് അച്ഛൻ മോനെ എന്ന് വിളിച്ച് സ്നേഹം കാണിക്കില്ലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് മോൻ കരച്ചിൽ നിർത്ത്, ഇങ്ങനെ കരയല്ലേ ആകാശേ എന്ന് പറയാ. ഞാൻ അച്ഛനെ ചതിച്ചു. കോമഡി സ്റ്റോഴ്സിനേക്കാൾ വലിയ മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങാൻ ഞാൻ ശ്രമിച്ചു. അതിനുവേണ്ടി എൻ്റെ മീനാക്ഷി എനിക്ക് ലൈസൻസ് തന്നില്ല. അവൾക്ക് അച്ഛൻ്റെ സ്നേഹം മനസ്സിലായി. പക്ഷെ അച്ഛൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞാൻ അച്ഛനോടുള്ള വാശിപ്പുറത്ത് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എന്നോട് ക്ഷമിക്കച്ച, മനസ്സ് നിറയെ സ്നേഹമുള്ള എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുക. എൻ്റെ അച്ഛനോട് എനിക്കൊരു ഉമ്മ തരണം, ഇത്ര സ്നേഹമുള്ള അച്ഛന് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യൻ അങ്ങോട്ട് വരും. വേണ്ട, ഇനി ഞാനാ കൊടുക്കണ്ടേ എന്ന് പറയണം
പറയാണ് കേട്ടോ, നീ പോടാ, എനിക്ക് എൻ്റെ അച്ഛനോട് മാപ്പ് പറയണം എന്നും പറഞ്ഞ് ആകാശ് വീണ്ടും കരയാ. അതൊന്നും സാരമില്ല മോനെ, നിന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ അച്ഛൻ ക്ഷമിച്ചു എന്ന് പറയാ. ആ, അച്ഛൻ ക്ഷമിച്ചു, ഇനി ഞാനാ എന്ന് പറഞ്ഞ് ആരും വീണ്ടും പറയാ. എനിക്കും അച്ഛനെ കെട്ടിപ്പിടിക്കണം, ഓരോരുത്തരായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചോ, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പെട്ടെന്ന് ബാലൻ പറയാൻ കേട്ടോ. ആദ്യം ഞാൻ എൻ്റെ മൂത്ത മോനെ കെട്ടിപ്പിടിക്കാം എന്ന് പറഞ്ഞ് ആനന്ദിനെ കെട്ടിപ്പിടിക്കുക. അതിനുശേഷം ആകാശം അങ്ങോട്ട് വരും. ഇനി ഞാനാ അച്ഛാ, അടുത്ത മോൻ ഞാനാ എന്നും പറഞ്ഞ് ആകാശം വരിക. അതിനുശേഷം നമ്മുടെ ആര്യൻ ചെല്ലുക. എന്നാലും നമ്മുടെ പാവ അച്ഛനെ ആ മുത്തശ്ശ എന്ന് വിളിച്ചില്ലേ ആ ചെറുക്കൻ എന്ന് ആകാശപ്പ ചോദിക്കുക. അപ്പോൾ ധർമ്മം പറയും, അതെന്തുകൊണ്ടാണെന്ന് അറിയാടോ, നമ്മുടെ അളിയൻ്റെ തല മുഴുവനും നരച്ചിരിക്കുക, വെള്ളമുടി കണ്ടപ്പം തെറ്റിദ്ധരിച്ചതാ. അതിന് നമുക്ക് അളിയനെ ചെറുപ്പക്കാരനാക്കി മാറ്റണം. അച്ഛനെ നമുക്ക് എങ്ങനെയാ മാമ ചെറുപ്പക്കാരനാക്കാൻ പറ്റുക എന്ന് ആകാശ് ചോദിക്കുക. അതിനല്ലേടാ ഡൈ, ഈ പാതിരാത്രി നമ്മൾ എവിടെ പോയി ഡൈ ഉണ്ടാക്കും മാമ എന്ന് ആര്യൻ ചോദിക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ മാമൻ സംഘടിപ്പിച്ചുകൊണ്ട് വരാം. ഒരു ഡൈ ഉണ്ടാക്കാനാണോ? ഞാനിപ്പോൾ ഡൈയുമായിട്ട് ഇപ്പം വരാം, നിങ്ങൾ അളിയൻ്റെ അടുത്തിരുന്നോ എന്ന് പറയാം. അപ്പോൾ ബാലൻ ചോദിക്കും, നിൻ്റെ കയ്യിൽ എവിടുന്ന ഡൈ? അതൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ ധർമ്മം പറയാൻ കേട്ടോ. നിങ്ങൾ എവിടെ ഇരിക്കടാ, ഞാൻ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് ആടി ആടി ധർമ്മം പുറത്തേക്കങ്ങ് പോവുക. സൂക്ഷിച്ചു പോണേ എന്ന് ബാലനിപ്പോൾ വിളിച്ചു പറയും. ഇവൻ്റെ കാര്യം എന്ന് ബാലനും പറയും. നമുക്കേ എന്നും പറഞ്ഞ് ആര്യനാണെങ്കിൽ താടിയെ പിടിക്കുക, എന്നിട്ട് കൊഞ്ചിക്കുക, നമുക്ക് അച്ഛനെ സുന്ദരനാക്കണം, മേക്ക് ഓവർ കൊണ്ടുവരാം. അപ്പം ബാലൻ പറയും, അച്ഛൻ സുന്ദരനല്ലടാ, ഇനി അച്ഛനെ എന്തിനാ കൂടുതൽ സുന്ദരനാക്കുന്നത്? അപ്പം ആനന്ദം പറയും, അതെ അതെ, ഞങ്ങളുടെ അച്ഛൻ സുന്ദരനാ, ഞങ്ങളെക്കാൾ എല്ലാം സുന്ദരൻ. അല്ല, അവൻ പിന്നെ എന്തിനാ എന്നെ അപ്പുപ്പാന്ന് വിളിച്ചേ? ഇത്രയും സുന്ദരനായ എന്നെ അപ്പുപ്പാന്ന് വിളിച്ചത് ശരിയാണോ? അത് അവൻ്റെ വിവരക്കേട് എന്ന് ആനന്ദ് പറയാം. അതെ അതെ എന്ന് ആകാശം ആരനും കൂടി ഏറ്റു പറയൂ കേട്ടോ. വിവരക്കേടാ, വിവരമില്ലാത്ത ചെറുക്കനാ, അല്ലെങ്കിൽ ഈ കോമഡി സ്റ്റോർ ബാലനെ കയറി അപ്പുപ്പാന്ന് വിളിക്കാൻ അവൻ എങ്ങനെ തോന്നുന്നു എന്ന് പറയണം കേട്ടോ. ഇതേസമയം ദേവമംഗലത്ത് ഉദയഭാനു ഉറക്കമില്ലാതെ കിടക്കുകയാണ്. ഇവിടെ വന്ന് ഒരു രാത്രി തങ്ങാൻ ഒരു വിധത്തിൽ സമ്മതിച്ചെടുത്തിട്ടും കാര്യങ്ങളൊന്നും അങ്ങ് നടക്കുന്നില്ലല്ലോ. എത്രയും വേഗം ആ സ്വർണം കണ്ടുപിടിച്ച് സ്റ്റാൻഡ് വിടാൻ നോക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് എഴുന്നേറ്റിരിക്കുക. ഇപ്പം എല്ലാവരും ഉറങ്ങിക്കാണും. പതിയെ പോയി ബാലൻ്റെ റൂമിൽ പോയി ഒന്ന് നോക്കിയാലോ. ഇനിയിപ്പോൾ ആരും എഴുന്നേറ്റ് വരാൻ ഒരു ചാൻസും ഇല്ല. ആ 10 ലക്ഷം രൂപയുടെ സ്വർണം ബാലൻ്റെ മുറി തന്നെ കാണും. ബാലൻ അത് വേറെ എവിടെയും വെക്കില്ല. എത്രയും വേഗം അത് കണ്ടെത്തണം, എന്നിട്ട് രാവിലെ തന്നെ അതുമായിട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ധർമ്മൻ റൂമിലേക്ക് വരിക. എന്നിട്ട് വാതിൽ കിടന്ന് കൊട്ടുക. അപ്പോഴത്തേക്കും വാതിലങ്ങ് തുറന്നു പോരും. ഇത് പൂട്ടിട്ടില്ലായിരുന്നു. എവിടെയാ ഞാനിത് വെച്ചത്? ഞാനിപ്പോൾ എന്തെടുക്കാനാ ഇങ്ങോട്ട് വന്നത്? ആ, ഡൈ എടുക്കാനാ ഇങ്ങോട്ട് വന്നത്. എൻ്റെ അളിയന് ഡൈ. പാവം എൻ്റെ പാവം അളിയൻ കൊണ്ടുവന്ന വാറ്റ് കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്ന് പറഞ്ഞാൽ കുപ്പി എടുത്ത് നോക്കുക. എന്തോന്നിത്, യുദ്ധക്കളവോ? ആണ്ടെ ഡൈ, ഇവിടെ എവിടെയൊങ്ങാണ്ടൊരു ഡൈ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എവിടെയോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം പരതുക. അളിയന് ഞാൻ വാക്കും കൊടുത്തു, ഇനി ഡൈ ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി എൻ്റെ ബാഗിനകത്താണോ ഡൈ ഇരിക്കുന്നത്? ഈ പെട്ടിക്കെന്താ കാലുണ്ടോ? ഈ പെട്ടി എന്താ ഇങ്ങോട്ട് നീങ്ങി വരാത്തത്? എടാ മോനെ പെട്ടി, ഇങ്ങോട്ട് നിൽക്കടാ, ഞാനൊന്ന് തുറക്കട്ടെ എന്നും പറഞ്ഞ് തുറന്ന് തുണിയെല്ലാം വാരി വലിച്ച് എറിയുവാണ് കേട്ടോ. ഈ ഡൈ മാത്രം കാണുന്നില്ലല്ലോ. ഇത് അവളുടെ മേക്കപ്പ് കിറ്റ് അല്ലേ? എൻ്റെ പൊന്നോ, ഒരുങ്ങി നടക്കാൻ ഇവളാര്? ഐശ്വര്യ റായിയോ? അവളുടെ ഒരു മേക്കപ്പ് കിറ്റ്. ഇനി ഇത് വെച്ച് ഞാൻ എൻ്റെ അളിയനെ സുന്ദരനാക്കും, ഷാരുഖ് ഖാനാക്കും. അവളുടെ ഒരു മേക്കപ്പ് കിറ്റ്. വാ ഇങ്ങോട്ട് വാ, എൻ്റെ ബാലനാളി എന്നെ കരുതേൽപ്പിക്കാൻ നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സുകന്യയുടെ ഐലൈനറും കൺമഷിയും ഒക്കെ എടുക്കുക. എൻ്റെ അളിയനെ ഞാനിന്ന് ഒരുക്കി ഒരു തക്കുട് മുണ്ടൻ സുന്ദര പുരുഷനാക്കും എന്ന് പറഞ്ഞ് ആ ഐലൈനറിനൊക്കെ ഒരു ഉമ്മ കൊടുക്കാണ് കേട്ടോ. ഇന്ന് അളിയൻ്റെ മുഖത്ത് ഞാനൊരു താജ്മഹൽ പണിയും. എന്തായാലും ആ സുകന്യയുടെ മേക്കപ്പ് കിറ്റ് ഇതിനകത്ത് വന്നത് നന്നായി. എൻ്റെ അളിയനു വേണ്ടി മാത്രമാണ് ഇതിനകത്ത് വന്നത് എന്നൊക്കെ പറയാം. അതേസമയം ദേവമംഗലത്ത് ഉദയഭാനു എല്ലാവരും ഉറങ്ങി എന്ന് കരുതി പമ്മി പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ്
അവിടെ ഒരു പൂച്ച കരയുന്ന സൗണ്ട് കേൾക്കുന്നേ. ഓ, ഈ പൂച്ചയ്ക്ക് പോലും ഞാൻ ഗതി പിടിക്കുന്ന ഇഷ്ടമല്ല, പിന്നെ ഈ ഞാനൊക്കെ എങ്ങനെ നന്നാവും, പണ്ടാരം പൂച്ച എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം ധർമ്മൻ ആടി ആടി റൂമിലേക്ക് ചെല്ലുക. ആ മാമ മാമ വന്നോ, കിട്ടിയ സാധനം കിട്ടി കിട്ടി. അല്ല മുണ്ട് അപ്പം മടക്ക് അഴിച്ച് താഴോട്ടിടുവാണ് കേട്ടോ. ഇതെന്താ മാമായി കാണിക്കുന്നത്? ഞാനെന്തെന്നെ അളിയനെ ഒന്ന് ബഹുമാനിച്ചതാ, അതിന് നിനക്കെന്താടാ എന്ന് ചോദിക്കുക. ഇപ്പം തന്നെ അളിയനെ നമ്മൾ ഡൈ അടിച്ച് സുന്ദര കുട്ടപ്പനാക്കാൻ പോവാം. ആ മുഹൂർത്തമായിരിക്കുന്നു, വേഗം സുന്ദരനാക്കാം എന്ന് പറയാം. ബാ അച്ഛ, നമുക്ക് സുന്ദരനാക്കണം. അച്ഛനെ മുത്തശ്ശാന്ന് വിളിച്ച് ആ ചെറുക്കൻ ഞെട്ടണം എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ ഫോണിലെ ക്യാമറയിൽ നമ്മുടെ ഈ സന്തോഷ നിമിഷങ്ങളൊക്കെ എത്രയും വേഗം നമ്മൾ പകർത്തണം. ഇതെല്ലാം ഒപ്പിയെടുക്കണം, നമുക്ക് പിന്നീട് ഇത് കാണേണ്ടതല്ലേ എന്ന് ബാലൻ ചോദിക്കുക. അത് ഞാൻ ഏറ്റച്ചാ, എല്ലാം ഞാൻ ഇപ്പം തന്നെ ഫോണിൽ പിടിക്കുന്നതെന്ന് പറഞ്ഞ് ആകാശ് ക്യാമറ ഓൺ ചെയ്യുവാണ് കേട്ടോ. അളിയ ഇവിടേക്ക് വാ, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് നമ്മുടെ ധർമ്മനാണ് നിലത്തിരിക്കുക. അളിയ ഇവിടെ വാ, അളിയ ഇവിടെ ഈ മടിയിൽ കിടന്നു, അളിയനെ ഞാൻ ഇന്നൊരു ഐശ്വര്യറായി ആക്കി മാറ്റും എന്ന് പറയാം. അപ്പോൾ ബാലൻ ചോദിക്കും, എല്ലാം ഫോണിൽ ശരിക്കും കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം. നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആരും പറയും, അച്ഛനെ ഞാൻ ആദ്യം സുന്ദരനാക്കാം, എനിക്ക് അതും ഡൈ അടിപ്പിക്കണം. അപ്പം ആനന്ദ് അങ്ങോട്ട് വന്ന് പറയും, വേണ്ട വേണ്ട വേണ്ട, നീയേ ഏറ്റവും ഇളയ മകനാ, ഞാനാ മൂത്ത മോൻ, മാറടാ അങ്ങോട്ട്, എൻ്റെ അച്ഛനെ സുന്ദരനാക്കേണ്ടത് മൂത്ത മോനാ എന്ന് പറയാം. അച്ഛനെ ഈ മൂത്ത മോൻ സുന്ദരനാക്കാം എന്നും പറഞ്ഞ് ആനന്ദ് അടുത്തേക്ക് ചെല്ലുക. അച്ഛനെ ഞാനിന്ന് മിടുമിടുക്കനാക്കും. അപ്പം ആകാശ് പറയും, എൻ്റെ അച്ഛനെ ഞാൻ മിടുക്കനാക്കാം. എടാ നീ വീഡിയോ എടുക്കടാ, അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാം. അപ്പോഴത്തേക്കും ധർമ്മം പറയും, ആരും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവർക്കും അവസരമുണ്ട്, ഓരോരുത്തരായിട്ട് അച്ഛനെ സുന്ദരനാക്കിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ ധർമ്മം കൊണ്ടുവന്ന സാധനങ്ങൾ ആര്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആദ്യം ആനന്ദ ചേട്ടെ, മോനെ ആര്യ നീ വെയിറ്റ് ചെയ്യ്, നിനക്ക് അവസരം നീ മാമൻ തരാം എന്ന് പറയാം. അളിയൻ അനങ്ങാതിരുന്ന് തരണം, അളിയനെ ഞങ്ങളൊരു പരിഷ്കാരിയാക്കി മാറ്റും, ഗോമതി സ്റ്റോർ ബാലനെ ഒരു സുന്ദരനാക്കി മാറ്റും. അപ്പം ബാലൻ ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും ആര്യനും ആകാശോടി പറയും, അച്ഛന് സുന്ദരനാകാനുള്ളൊരു വ്യഗ്രത കണ്ടോ മാമ, ഹോ അച്ഛൻ ഇരിക്കുന്ന കണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും ആനന്ദാണെങ്കിൽ പെയിൻ്റൊക്കെ എടുത്ത് അടിക്കാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് സുന്ദരനാക്കാനായിട്ട് നോക്കുവാണേ. ബാലൻ എല്ലാത്തിനും ഇരുന്ന് കൊടുക്കുന്നുണ്ട്, ഒരു വശത്തുനിന്ന് ആര്യനും തേക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പം സുന്ദരക്കുട്ടപ്പനായിട്ട് വരുന്നുണ്ട് എന്ന് ആകാശ് പറയാം. എല്ലാം വീഡിയോ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആകാശ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് ബൈ.